ഹലോ. NLS+2 വിദ്യാർത്ഥികളുടെ ഹോം സയൻസിൽ ചാപ്റ്റർ 8 പ്രിപ്പറേഷൻ ഓഫ് ഫുഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഫുഡ് എങ്ങനെയൊക്കെ നമുക്ക് തയ്യാറാക്കാം, ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 1 by 1 ആയിട്ട് നമ്മൾ ഓരോ ടോപ്പിക്ക് പിക്ക് ചെയ്തിട്ട് ഓരോരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണം കേടായി പോകുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്. 3 മെയിൻ ആയിട്ടുള്ള കാരണങ്ങളാണ് പറയുന്നത്. 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തത് എന്ന് പറയുന്നത് സൂക്ഷ്മാണുക്കളുടെ സാന്നിധ്യമാണ്. ഈ സൂക്ഷ്മാണുക്കൾ കാരണമാണ് ഒന്നാമതായിട്ട് നമ്മുടെ ഭക്ഷണങ്ങൾ കേടായി പോകുന്നത്. ഈ സൂക്ഷ്മാണുക്കൾ നമുക്ക് ഇല്ലാണ്ടാക്കാൻ വല്ലാണ്ട് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വായു നിറഞ്ഞു നിൽക്കുന്ന ഒരു ചുറ്റുപാടിലുള്ള ഭക്ഷണമാണെങ്കിൽ ആ ഭക്ഷണത്തിൽ സൂക്ഷ്മാണുക്കൾ ഉണ്ടായിരിക്കും, ഉറപ്പാണത്. ഇപ്പൊ പഴത്തിന്റെയും പച്ചക്കറികളുടെയും ഒക്കെ തൊലികളിൽ സൂക്ഷ്മാണുക്കൾ ഉണ്ടായിരിക്കും. അതിന്റെ പ്രവർത്തന ഫലമായിട്ട് ഈ തൊലി കേടാവുകയും പിന്നീട് ആ സാധനം മൊത്തം കേടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാരണം സൂക്ഷ്മാണുക്കളാണ്. ഈ വായു നിറഞ്ഞു നിൽക്കുന്ന ചുറ്റുപാടിൽ സൂക്ഷ്മാണുക്കളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. രണ്ടാമതായിട്ട് എൻസൈമിന്റെ സാന്നിധ്യമാണ്. ഈ എൻസൈം എന്ന് പറയുന്നത് എല്ലാ സസ്യങ്ങളിലും എല്ലാ മൃഗങ്ങളിലും ഉണ്ടാകുന്ന ഒരു രാസപദാർത്ഥമാണ് കേട്ടോ എൻസൈം എന്ന് പറയുന്നത്. എൻസൈമിനെ കുറിച്ച് നമ്മൾ മുൻപ് കേട്ടിട്ടുണ്ട്. എവിടെയാണ്? നമ്മുടെ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ പഴുക്കാൻ സഹായിക്കുന്നത് എന്താണ്? എൻസൈമാണ് അല്ലെ. ഈ എൻസൈം തന്നെയാണ് ഇതൊക്കെ കേടുവരാനുള്ള റീസൺ. അതായത് എല്ലാ പഴങ്ങളിലും പച്ചക്കറികളിലും എൻസൈം ഉണ്ട്. ഇതിന്റെ പ്രവർത്തന ഫലമായിട്ട് പഴങ്ങളും പച്ചക്കറികളൊക്കെ പഴുത്ത് വീണ്ടും അത് നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ എന്താണ്? ഈ എൻസൈം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, ഇത് കേടായി പോകാൻ ചെയ്യുന്നു. അതാണ് രണ്ടാമത്. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് കീടങ്ങള്, കൃമികള്, എലികള്, ഇതൊക്കെയാണ്. ഇപ്പൊ നമ്മുടെ അരിയായാലും പരിപ്പൊക്കെ ആയാലും നമ്മുടെ വീട്ടിലൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, അധിക കാലം ഇരുന്ന് കഴിഞ്ഞാൽ ഇതിലൊരു ചെറിയ ഒരു തവിട്ട് നിറത്തില്, ഒരു ബ്രൗൺ കളറിൽ, ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കീടങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അല്ലെ. ഇത്തരത്തിലുള്ള കീടങ്ങളാണ് ഇതൊക്കെ കേടുവരുത്തുന്നത്. ഇപ്പൊ ഈ അരിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതിന്റെ ഉള്ളിലൂടെ ഓട്ടയാക്കി ഇത് അവസാനം പൊടിയായിട്ട് മാറും. അരിയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ധാന്യങ്ങളാണെന്നുണ്ടെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിനെ കേടുവരുത്തുന്നത്. പിന്നെ എലികളാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ കഴിച്ചിട്ടാണെന്നുണ്ടെങ്കിലും കരണ്ട് കഴിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഒക്കെ കേടുവരുത്തുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ കീടങ്ങളും കൃമികളും ഒക്കെ നമ്മുടെ വീട്ടിലൊരു എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ എക്സാമിന് എഴുതുന്ന സമയത്തും ഭക്ഷണം കേടാവുന്നുള്ള റീസൺ എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിലെ തന്നെ ഒന്ന് ഓടിച്ചു നോക്കി മനസ്സിലാക്കിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഈസി ആയിരിക്കും. അപ്പൊ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് സൂക്ഷ്മാണുക്കളുടെ സാന്നിധ്യമാണ്. വായുവിൽ ഉള്ള ചുറ്റുപാടിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിലൊക്കെ സൂക്ഷ്മാണുക്കൾ ഉണ്ടായിരിക്കും. തൊലിയുമായിട്ട് പ്രവർത്തിച്ച് പെട്ടെന്ന് ചീഞ്ഞളിഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് എൻസൈമിന്റെ സാന്നിധ്യമാണ് പറയുന്നത്. എല്ലാ മൃഗങ്ങളിലും സസ്യങ്ങളിലും ഉണ്ടാകുന്ന രാസപദാർത്ഥമാണ് എൻസൈം എന്ന് പറയുന്നത്. പഴങ്ങളും പച്ചക്കറികളും പഴുക്കാൻ സഹായിക്കുന്നത് എൻസൈമാണ്. ഇത് ഓവറായിട്ട് പഴങ്ങളിലും പച്ചക്കറികളിലും ഇരുന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഇത് കേടായി ചീഞ്ഞളിഞ്ഞു പോകുന്നത്. മൂന്നാമതായിട്ട് കീടം, കൃമി, അതുപോലെ തന്നെ എലികളൊക്കെയാണ്. ഈ അരി, അതുപോലെ തന്നെ ധാന്യങ്ങൾ, ഇവയൊക്കെ പൊടിയാക്കി മാറ്റുന്നത് ഇത്തരത്തിലുള്ള ഈ കീടങ്ങളാണ്. അതുപോലെ തന്നെ എലികൾ കഴിക്കുന്നത്, ഇതൊക്കെയാണ് കേടുവരാനായിട്ട് കാരണക്കാര്. ഇത് മൂന്നുമാണ്. ഇത് മൂന്നും മനസ്സിൽ വെച്ചിരിക്കുക. ഓക്കെ.